ഹായ് ഹലോ. അപ്പോൾ ദേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കണം കേട്ടോ. അപ്പം ഇദ്ദേഹത്തിനൊക്കെ പാൽ കുടിക്കാൻ വലിയ മടിയാണ്. ഇപ്പം രണ്ടാമത് കയറി വരുന്ന ആളുണ്ടല്ലോ, ആ കുഞ്ഞിന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ കരയണേന്ന് നോക്കിയിട്ട് നമുക്ക് മറ്റവർ രണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ മുറിയിൽ മൊത്തം നടക്കുക, കിടത്തിനടുത്ത് കിടക്കുന്നില്ല, മുറിയിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇഴഞ്ഞിഴഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തോ വയ്യ. അപ്പം ഞാൻ അതിനെന്തോ പറ്റി മൂർത്തി, ചിലപ്പോൾ ചത്തു പോവായിരിക്കും, അതിൻ്റെ കാട്ടായ അതുപോലെ ആയിരുന്നു. അപ്പം നമ്മൾ ചൂട് വെച്ച് കൊടുത്ത് എന്തൊക്കെ ചെയ്തിട്ടൊന്നും മാറുന്നില്ല, അങ്ങനത്തെ അവസ്ഥ തന്നെ. നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ പിടിച്ച് കിടത്തുമ്പോഴത്തേക്ക് ഇച്ചിരി നേരം കിടക്കുന്നല്ല എന്നും പറയും. ഇങ്ങനെ മനുഷ്യ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കും, കാരണം അമ്മയെന്നൊക്കെ വിളിക്കും. നമുക്കറിയാൻ പറ്റും ശരിക്കും അമ്മയെന്ന്. ഇത് കൂട്ടത്തിലുള്ള ഏറ്റവും കുഞ്ഞാണ് കേട്ടോ. അതിന് പാൽ കുടിക്കാൻ അറിയാൻ പാടില്ല. കുസ്തിയാണ് പാൽ കുടിക്കാൻ നേരത്ത് കേട്ടോ. എഴുന്നേറ്റ് നിൽക്കുന്നത്, കറങ്ങുന്നത്, ഇതുണ്ടോ. നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, കൈയൊക്കെ എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ വെച്ച് അങ്ങനെ ഓടിക്കണം. അങ്ങനെ രാവിലെ ആയപ്പം മറ്റേ കുഞ്ഞിൻ്റെ കാര്യമാണ്. രാവിലെ ആയപ്പോഴത്തേക്കും എന്തായാലും നേരം വിളിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ മുതുകത്ത് ചെറുതായിട്ട് നനഞ്ഞതുപോലെ ഒരു പാടുണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പം അത് എന്തോ പറ്റിയ നനഞ്ഞത്, അല്ലെങ്കിൽ എന്തോ ആണ്, തൂത്തിട്ട് പോകുന്നൊന്നുമില്ല, ഉണക്കാൻ നോക്കിയിട്ടൊന്നും പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ആ പാട് അങ്ങോട്ട് കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ ഞാനെടുത്ത് മുറ്റത്ത് കൊണ്ടുവച്ച് നോക്കിയപ്പോഴെന്തുവാ, അതിനകത്തൊരു ലക്ഷം പുഴു ഉണ്ടായിരുന്നു. നമ്മൾ രാത്രി വെച്ച് ഒരു പുഴുവിനെ പോലും നമ്മൾ കാണുന്നില്ല. ചെറുതായിട്ട് എന്തോ ഒരു മുറിവുണ്ടായതാൻ പറ്റിയായിരുന്നു തോന്നി, ഈച്ച വന്നിരുന്നിട്ടേ. കുഞ്ഞിപ്പുഴുവായിരുന്നു. സുന്ദരന്മാരെ അഴിച്ചുവിടാനായിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ അതിനെല്ലാം പുൽത്തൈലമൊക്കെ പുരട്ടി പൊടിയും ഇട്ട് പുഴുവിനെ മൊത്തം കളഞ്ഞു കേട്ടാ. കളഞ്ഞു കഴിഞ്ഞ് ഇന്ന് ഫുള്ളാൾ കിടന്നുറക്കമായിരുന്നു. ആശ്വാസമായി അതിന്. ഇന്നലെ മൊത്തം വേദന എടുത്ത് ഇതല്ലേ, ആ പറമ്പിൽ കിടന്നിട്ടേ വല്ല കാക്ക കൊത്തുകയൊക്കെ ചെയ്താന്ന് തോന്നുന്നു. കാക്ക കൊത്തി ഹോളായി, ആ പാട്ടിൽ പുഴു വന്നിരുന്നു. എന്നിട്ട് അതിനെ ഇപ്പം സുഖമായിട്ടിരിക്കുന്ന ആൾ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മുറിവൊക്കെ ഉണങ്ങി വരുന്നു. പുഴു പോകുമ്പം തന്നെ മുറിവ് ഉണങ്ങുമല്ലോ അല്ലേ. ഇതിൻ്റെ മുതുകത്തെ പാട് കണ്ട. ഇപ്പം കുഴപ്പമൊന്നുമില്ല. കറുത്ത കുഞ്ഞിന് പാൽ കുടിക്കാൻ മടിയാണ്. ആളാണ് കൂട്ടത്തിൽ ഇച്ചിരി മുതിർന്നതായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മടിയിൽ കിടക്കുക. വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പാട്. രാവിലെ നമ്മൾ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റിയില്ല. അത്ര പുഴുവായിട്ട് കുഞ്ഞെന്ത് കരച്ചിലായിരുന്നറിയാമോ. അപ്പോൾ എൻ്റെ മടിയിൽ കിടക്കുക ആൾ. ഇനി കിടന്നോളും, 3 പേരും കൂടി മടിയിൽ കിടന്നുറങ്ങും. ഞാൻ തന്നെ അമ്പലത്തിൽ പോയില്ല, മൂർത്തിയും ശർമ്മയും കൂടെ അമ്പലത്തിൽ പോയി. വിജയലക്ഷ്മിയുടെ കച്ചേരി ഉണ്ടായിരുന്നു, എനിക്ക് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവർ വന്ന് മടിയിൽ കിടന്ന്. ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ്. അങ്ങനെ അവർ പോയി. അപ്പോൾ ശരി, പിന്നെ കാണാം.